ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇഫ് യു ആർ എ ഗേൾ ആൻഡ് നിങ്ങൾ പുറത്തേക്ക് ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. നാട്ടിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഫിയർ എന്ന് പറയുന്നത്, അയ്യോ അവിടെ ചെന്ന് എന്താവും, പരിചയമില്ലാത്ത നാട്, ആൾക്കാർ, ലാംഗ്വേജ്, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാനും 4 കൊല്ലം മുമ്പ് നാട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കും ഒബ്വിയസ്ലി ഞാനും ഈ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടു തന്നെയാണ് വന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആവണം, എവിടെയെങ്കിലും എത്തണം, ഇൻഡിപെൻഡൻ്റ് ആവണം. ഈ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള മോട്ടീവ് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ വരുന്നത്. ഐ മീൻ, നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ പോകുന്നതല്ലേ. ആരും സ്വന്തം വീട്ടുകാരെയും ഒന്നും ഉപേക്ഷിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. നമ്മളൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആണ് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എത്ര പറയാണ്, നിങ്ങൾ ടെൻഷൻസ് ഒന്നും ആയിട്ട് പോവരുത് എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. ഒബ്വിയസ്ലി നിങ്ങൾക്കതുണ്ടാവും. പക്ഷെ ആ ഫിയർ ഓവർകം ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് ആ ഫിയർ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് അച്ചീവ് ചെയ്യും, ഈ സ്റ്റേജ് ഞാൻ കിടക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച്, അങ്ങനെ മനസ്സിന് ഒരു ധൈര്യം കൊടുത്ത് കറേജ് അവിടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എഫേർട്ട് ഇടാണ്ട് നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഒന്നും നമ്മൾക്ക് ആരും കയ്യിൽ കൊണ്ടുതരില്ല. നമ്മൾ എഫേർട്ട് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഫിയറിനെ മാറ്റി വെച്ച് കറേജോടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പോയിക്കോ. ഒരു കോട്ടുണ്ടല്ലോ, ചായാൻ തോളുണ്ടെങ്കിൽ ക്ഷീണം തോന്നുന്നു. അത് സത്യമാണ്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നിലും എഫേർട്ട് എടുക്കില്ല. അവരുണ്ടല്ലോ, അവനുണ്ടല്ലോ, ഇവളുണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരുണ്ടല്ലോ, പാരൻസ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു എഫേർട്ടും എടുക്കില്ല. പക്ഷെ മറിച്ച് നിങ്ങൾ എവിടേക്കെങ്കിലും പോവുകയാണ്, അവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്കൊരു അസുഖം പോലും വരില്ല. അത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഫിയറാണ് ആദ്യം നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ ആ ഒരു കൺട്രിയിൽ, ഒരു പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് എവിടെയാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആവും, ആരും കൂടെ ഇല്ലെങ്കിൽ. ഈവൻ ആരുടെയെങ്കിലും കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ കാണുന്നതായിരിക്കില്ല നമ്മളൊരു സ്ഥലത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാവും. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി അമ്മേനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കാം. ഞാൻ മൈസൂരാണ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ അപ്പം നാട്ടിൽ പോകും. കാരണം അവിടെ അമ്മയുണ്ട്, പോവാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വീട്ടിൽ പോവാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. പിന്നെ കുക്കിംഗ് ആയിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള ഗ്രോസറി പർച്ചേസിങ് ഒക്കെ ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടേ ഇല്ല. ഈവൻ എൻ്റെ അമ്മയും പപ്പയോ ഈ ഗ്രോസറി പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവരുടെ കൂടെ പോലും ഞാൻ പോകാറില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് മൂവ് ചെയ്യുക. അത് ഞാൻ വേറെ കൺട്രി എന്ന് പറയണില്ല, ഈവൻ ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്തേക്ക്, ഈവൻ വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് മാറിയാലും മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഹൗ ഫാർ യു കെയിം ഫ്രം ദിസ് വൺ ടു ദിസ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ
ചിന്തിച്ചാൽ മനസ്സിലാവും ഞാൻ ഇത്രയും ബെറ്റർ ആയോ, എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഞാൻ ചെയ്തോ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര ഇൻഡിപെൻഡൻ്റ് ആവുമെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറിക്കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നില്ല. നമുക്ക് സംടൈംസ് നമുക്ക് ഭയങ്കരമായിട്ട് ലോൺലിനെസ് ഫീൽ ചെയ്യും. അതൊക്കെ അബ്രോഡിലേക്ക് പോകുമ്പോൾ വരുന്ന മാറ്റം ആണ്. അത് എന്തായാലും ഫീൽ ചെയ്യും. ആ ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും വരണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്, നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. അതെല്ലാവരും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതാണ്. ബട്ട് വൺസ് നിങ്ങൾ ആ ലോൺലിനെസ് ഒക്കെ ഗിവപ്പ് ചെയ്യാതെ നിങ്ങൾ ആ ഒരു ജേർണി കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ എവിടെ പോയാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ധൈര്യത്തോടെ അത് ഫേസ് ചെയ്യും, ഉറപ്പാണ്. അതുകൊണ്ട് ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോൾ ഓവർ ഡിപ്രസ്ഡ് ആവാതിരിക്കുക. മാക്സിമം എന്താ ചെയ്യുക, ഞാനൊക്കെ എന്താ ഇപ്പോൾ ചെയ്യലെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇതിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, വിഷമിച്ചിരിക്കും, ചിലപ്പം അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വിളിച്ച് കരയും, ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പം എനിക്കത് ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്യാൻ എനിക്കറിയാം. ഇപ്പം ഞാനതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എനിക്ക് റീഡ് ചെയ്യാൻ, എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്യും. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വ്ളോഗിങ് അതെനിക്കിഷ്ടമാണ്, അത് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ക്രാഫ്റ്റിംഗ് ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്യും. മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതാകുമ്പോൾ എൻ്റെ പാഷനും സ്മൂത്തായി പോവുകയും ചെയ്യും. എൻ്റെ ആ ഒരു ലോൺലിനെസ്സിൽ നിന്ന് എനിക്ക് റിക്കവർ ആവാനും പറ്റും. സോ അങ്ങനെയൊക്കെ നമുക്കതിന് എല്ലാത്തിനും പരിഹാരമുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നവരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രൊട്ടക്റ്റ് യുവർ പീസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുമ്പ് പരിചയമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അവിടെ ആ നാട്ടിൽ പോയി നിങ്ങൾക്ക് പരിചയപ്പെട്ട് കിട്ടിയ സുഹൃത്തുക്കളുണ്ടാവും, ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ഇതൊക്കെ നല്ലതാണ്, പക്ഷെ ലിമിറ്റ് വെക്കുക. നമ്മൾ നാട്ടിലുള്ള ഒരു കണക്ഷൻ പോലെ ആയിരിക്കില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ബ്ലൈൻഡായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പീസ് എന്ന് പറയുന്നത് അതിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ആ കീ നിങ്ങൾ വേറെ ആരുടെയും കയ്യിൽ കൊടുക്കാതിരിക്കുക. എപ്പോഴും പീസ് ആയിരിക്കേണ്ടത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ. ഈ വീട്ടിലൊക്കെ ഭയങ്കര പെറ്റായിട്ടുള്ള കുട്ടികളൊക്കെ നാട്ടിൽ വേറെ എവിടേക്കെങ്കിലും മാറി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാവുക. ലോൺലിനെസ്സും സമാധാനക്കേടും അതും ഇതുമൊക്കെ. സോ അങ്ങനെ ഒരു പാമ്പറിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക്, ഒരു പുതിയ സുഹൃത്ത് വലയത്തിലേക്കൊക്കെ പോകുമ്പോൾ ബ്ലൈൻഡായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, അവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് വേണം. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. അറ്റ് ദി എൻഡ് നിങ്ങളുടെ പാത്തിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എപ്പോഴും ആലോചിക്കുക. ഓക്കെ. പിന്നെ ഒരുപാട് സ്റ്റോംസ് ഇങ്ങനെ നമുക്ക് നേരെ വന്നുകൊണ്ടേയിരിക്കും. പല രീതിയിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമ്മൾ ടയേർഡാവും, ഒരുപാട് തളർന്നു പോകും. നമുക്കിനി വയ്യ, ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരെ വരും. പക്ഷേ റിമെമ്പർ, നമ്മളെപ്പോഴും ഫീൽ ഗുഡായിരുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിലിരുന്ന, ഒരു സേഫ് സോണിലിരുന്ന നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. നമുക്ക് നമ്മുടെ നേരെ സ്റ്റോംസ് വരികയാണ്, നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗിവപ്പ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും. എത്ര
എത്ര ബുദ്ധിമുട്ടിയാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര സ്ട്രഗിൾസിലൂടെ പോയാലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കിത് പറ്റും, എനിക്കിതിലും കൂടെ ഇത് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. അല്ല, എനിക്ക് വയ്യ, ഞാൻ മടുത്തു, എനിക്കിനി പറ്റില്ല, ആ ഒരു മൈൻഡ് സെറ്റിലെല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ചിലപ്പോൾ ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരികയാണ്. അങ്ങനെ നിങ്ങളാരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ടാവുക, അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുക, നിങ്ങൾക്ക് അങ്ങനെ ഡിപ്രസ്ഡ് ആവുക, അങ്ങനെ മാക്സിമം ഡിപ്രസ്ഡ് ആവാനുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഈവൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് തിങ്ക് ദാറ്റ് നിങ്ങൾ ഗ്രോ ചെയ്യുകയാണെന്ന് വിശ്വസിക്കുക. ഐ സ്വെയർ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്നെങ്കിലും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ റിമെമ്പർ, നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇതൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എടുത്ത പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്, എവിടെ പോയാലും റിമെമ്പർ ദാറ്റ് ഹൂ യു ആർ എന്നുള്ള കാര്യം. നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയും മാറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ ഇതാണ് അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ ഇതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചേഞ്ച് ആവണം എന്ന് വിചാരിച്ചിരുന്ന അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റീനെ ചേഞ്ച് ആക്കുന്നതിന് ഈക്വൽ അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾ മാറാതിരിക്കുക, നിങ്ങളായിരിക്കുക, ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക. പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം, ബിഹേവിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. പക്ഷേ കൂടെയുള്ളവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ അതുപോലെ ആവുക അല്ലെങ്കിൽ അതുപോലെ ആവാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അങ്ങനെ ചേഞ്ച് ആവാന്നുള്ളത്. എവിടെ പോയാലും നമ്മളായിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക, പേഴ്സണാലിറ്റിയിലായാലും ബിഹേവിയറിലായാലും. മെച്യൂരിറ്റി ലെവലാണെങ്കിലും മെച്യൂരിറ്റി ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലിലും ചേഞ്ചസ് വരും. സോ ദാറ്റ് ഈസ് ദ തിങ്. റിമെമ്പർ ഹൂ യു ആർ വെറെവർ യു ഗോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ്. ധൈര്യമായിട്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾറെഡി പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇനി പോവാൻ പ്ലാൻ ചെയ്യുന്ന, ഭാവിയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. ഡ്രീം ബിഗ് ആൻഡ് അച്ചീവ് ദാറ്റ്. സോ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ.